വീക്ക് ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ 2 ഓഫിന് വേണ്ടി നമ്മളിങ്ങനെ കാത്തിരിക്കുകയായിരിക്കും നാട്ടിൽ പോകാൻ വേണ്ടിയിട്ട്. അപ്പത്തേ ഇങ്ങനെ പോണ ആ ഫീൽ ഉണ്ടല്ലോ, അതൊന്ന് വേറെ തന്നെ ആയിരിക്കും കേട്ടോ. പിന്നെ ഷൊർണൂർ പാലം അങ്ങോട്ട് കഴിയുമ്പോഴാണ് നമ്മൾ എത്താനായില്ലോ എന്നുള്ളൊരു സിഗ്നൽ കിട്ടുന്നത്. പിന്നെ നമ്മുടെ നാടിൻ്റേത് മാത്രമായിട്ടുള്ള ഈ ഹരിതാപകരും പച്ചപ്പൊക്കെ ഉണ്ടല്ലോ, അത് കാണുമ്പോൾ തന്നെ മനസ്സിനൊരു സന്തോഷമാണ്. പിന്നെ മഴയും കൂടെ ആകുമ്പോൾ അടിപൊളി ഫീലാണ്. അങ്ങനെ ഒറ്റപ്പാലം സ്റ്റേഷനിലെത്തി നേരെ വീട്ടിലെത്തിയതാണ്. 2 ദിവസം പോയ വഴി അറിഞ്ഞിട്ടില്ല. പിന്നെ നമ്മൾ നാട് വിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ വരുന്ന പ്രത്യേകത ഒരു സാധനമാണ് ഈ ഡാൻഡ്രഫ് എന്ന് പറയുന്നത്. വന്നപ്പോൾ തന്നെ ഞാൻ പറഞ്ഞപ്പോൾ തൊട്ട് തുടങ്ങിയതാണ്. 2 പേരും കൂടെ ഡാൻഡ്രഫ് ട്രീറ്റ്മെൻറ്റ് എൻ്റെ തലയിൽ. എന്തായാലും റിസൾട്ട് ഉണ്ടെങ്കിൽ ഞാൻ നിങ്ങളോട് എന്തെങ്കിലും പറയുന്നതായിരിക്കും. പിന്നെ നല്ല മഴ കണ്ടപ്പോൾ നേരെ വിട്ടതായിരുന്നു മലമ്പുഴയ്ക്ക്. അതിൻ്റെ വീഡിയോ ഞാൻ എന്തായാലും മുന്നേ കൊടുത്തിട്ടുണ്ട്. പിന്നെ അതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേനും എനിക്ക് പോവാനുള്ള ദിവസമായിട്ടോ. അതുകൊണ്ട് തന്നെ ഇന്ന് സ്പെഷ്യലായിട്ട് അമ്മ നല്ല ദം ബിരിയാണി ഉണ്ടാക്കി തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ എനിക്ക് കൊണ്ടുപോകാൻ വേണ്ടി കുറച്ച് ഐറ്റംസൊക്കെ ഓൾറെഡി പാഴ്സൽ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇങ്ങോട്ട് വരുമ്പോൾ ഉണ്ടായിരുന്ന ആ ഒരു കാവടി തുള്ളിയുള്ള ഒരു വരവായിരിക്കില്ല, അങ്ങോട്ട് പോകുമ്പോൾ പോണോ പോണ്ടേ എന്നുള്ളൊരു മൈൻഡിലുള്ള പോക്കായിരിക്കും. ഒറ്റപ്പാലത്തു നിന്ന് എന്തായാലും സ്ഥലം കിട്ടാത്തതുകൊണ്ട് കുറച്ച് നേരം നിന്നാ പോയത്. പക്ഷെ തൃശ്ശൂർ എത്തിയപ്പോഴത്തേനും ട്രെയിൻ കുറച്ചൊന്ന് കാലിയായി. ഇങ്ങനെ ചുമ്മാ വെറുതെ ഇരിക്കുന്ന സമയത്തായിരിക്കും എനിക്ക് ഫിലിമൊക്കെ കാണാൻ തോന്നുക. അങ്ങനെ ഞാൻ ഒരു ഫിലിമൊക്കെ കണ്ട് പകുതി ആയപ്പോഴത്തേനും ആലുവ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പം ടാറ്റാ.